ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മളിതാ നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ? കഥക്. കഥക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കവിതയാണ്. കവിതയില് കഥക് എന്ന കവിതയുടെ ആരാണ്? കവിതയ്ക്ക് ലേഖിക കौन है? വന്ദന ഠേഠേ. വന്ദന ഠേഠേ की एक सुंदर कविता है കഥക്. നോക്കാം നമുക്ക് നമ്മുടെ കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നതെന്ന്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കവിതയാണ് കഥക്. നല്ലൊരു പിക്ചർ എല്ലാം ഉണ്ട്. നമ്മുടെ കവിത ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ കവിത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ വരെ? കബ് എപ്പോൾ, എവിടെ വരെ, എപ്പോൾ വരെ എന്നൊക്കെ. കഥക് എപ്പോൾ വരെ. कब तक जोते रहोगे अपनी पहचान जानने के लिए दूसरों का मुह. അപ്പൊ നമ്മുടെ കവിത എന്ന് പറയുന്നത് നമ്മുടെ കവിയത്രി ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു പുതിയൊരു ആധുനിക കാലിൽ വരുന്നൊരു കവിയത്രിയാണ്. അപ്പൊ ഇവരുടെ കവിതയിൽ കുറച്ച് ഉള്ളിലുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തെന്ന് വരാം. നമ്മുടെ കവിത നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. कब तक जोते रहोगे अपनी पहचान जानने के लिए दूसरों का मुह. നമ്മൾ എപ്പോൾ വരെ നമ്മൾ കാത്തിരിക്കും നമ്മുടെ ഒരു ഐഡന്റിറ്റി മറ്റൊരാൾ വഴി. ദൂസ്രോക്കാ മുഖം എന്ന് പറയുന്നത് മറ്റൊരാൾ. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്ന മീനിങ് ആണ്. അപ്പൊ മറ്റൊരാൾ വഴി നമ്മുടെ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനായിട്ട് നമ്മൾ എത്ര നാൾ വരെ കാത്തിരിക്കും? കത്ത് ചോത്തേ രഹോഗെ, എത്ര നാൾ വരെ കാത്തിരിക്കും? അപ്പിനി പഹുച്ചാൻ, നമ്മുടെ സ്വന്തം ഒരു ഐഡന്റിറ്റി, നമ്മൾ എന്താണെന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് നമ്മൾ എത്ര നാള് മറ്റൊരാളുടെ സഹായം, എത്ര നാള് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കും നമ്മൾ എന്താണെന്ന് അറിയാൻ. और कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े. അതുപോലെ നമ്മൾ എത്ര നാൾ, എപ്പോൾ വരെ നമ്മൾ കാത്തിരിക്കും? തുമാരേ ലിയേ ലഡേ, നിനക്ക് വേണ്ടി പൊരുതാൻ, നമ്മൾക്ക് വേണ്ടി പൊരുതാൻ, നമ്മളെ കബ്തക് ആശ്രയമേ, നമ്മളെ പിന്തുണയ്ക്കാനായി, നമ്മൾക്ക് വേണ്ടി പൊരുതാനായും ഒരാൾ വരുന്നത് വരെ എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കും? നമ്മുടെ ഒരു ഐഡന്റിറ്റി മറ്റുള്ളവരുടെ മുന്നിൽ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര നാള് നമ്മൾ മറ്റൊരാളെ കാത്തിരിക്കും? ഞാൻ എന്താണ്, ഞാൻ ഏതാണ് എന്നൊരു കാര്യം പുറത്തറിയിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അല്ലാതെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കണം? അപ്പൊ നമ്മുടെ കവിയത്രി ചോദിക്കുന്നത് എന്താണ്? എത്ര നാള് നിങ്ങൾ എന്താണെന്ന് പറയാൻ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കും? നിങ്ങൾക്ക് വേണ്ടി പടപൊരുതാനായി, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ റിക്കവർ ആവാതെ എന്നെ വേറൊരാൾ വന്ന് സഹായിക്കും, ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ എത്ര നാള് കാത്തിരിക്കും? कब तक गुश होते रहोगे कि उनकी कहानी में तुम्हारा जिक्र है कि तुम्हारा इतिहास तुमने नहीं उसने लिखा है. എത്ര നാൾ നിങ്ങൾ കാത്തിരിക്കും? ഉൻകി കഹാനിമേം, അവരുടെ കഥയില്, തുമാരാ ജിക്ർ, നിങ്ങളെ കുറിച്ച് പരാമർശിച്ചതിൽ നിങ്ങൾ എത്ര നാള് അത് കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുമോ? എത്ര നാൾ നിങ്ങൾ സന്തോഷിക്കും? തുമാര ഇതിഹാസ് തുമ്നേം നെഹീം ഉസ്നെ ലിഖാഹി, നമ്മളെ കുറിച്ചുള്ള ചരിത്രം നമ്മളല്ല എഴുതിയത്, അവരാണ് എഴുതിയത്. ആ കാര്യത്തിൽ നമ്മൾ എന്താണ്, എത്ര നാൾ സന്തോഷിക്കും ആണ് നമ്മുടെ കവി ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കവിതയിൽ നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലത്തോളം നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കും, മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും, എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. अपनी पहचान जानने के लिए दूसरों का मुह जोते रहना, നമ്മളുടെ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ദൂസറോं का मुह, മറ്റുള്ളവരുടെ दूसरों का मुह जोते रहना, दूसरों का मुह जोता रहना എന്ന് പറഞ്ഞാൽ, മുഹ് ജോത്തെ രഹ്ന എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം കാലം നമ്മൾ അവരെ ആശ്രയിക്കും. ഇസെ അപ്നാ ക്യാ സംജാ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഐഡന്റിറ്റി, അതായത് നമ്മൾക്ക് സ്വന്തമായിട്ടും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളുണ്ട് അല്ലേ? ഞാൻ എന്നൊരു വ്യക്തി, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. നിങ്ങൾ എന്ന വ്യക്തിക്ക് എന്താ, നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തരും തീർത്തും നമ്മൾ എന്താണ്, വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മുടെ എന്താണ്, ചിലവർ വളരെ പെട്ടെന്ന് ഹാപ്പി ആകുന്നവരാകാം, ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് വളരെ സാഡ് ആകുന്നവരാകാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എന്താണ്, അത് നമ്മൾ എന്താണ്, നമ്മളുടെ ഉള്ളിൽ എന്താണുള്ളത് ആ ഒരു ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിന് വേണ്ടി ദൂസരോं का मुंह जोता, മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം കാലം ആശ്രയിക്കും. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? हम कौन है यह समझने के लिए हम दूसरों की मदद लेते हैं. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റൊരാളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെ? നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം നമ്മൾ ആരാന്ന് റിവീൽ ചെയ്യാതെ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, തുമാര ഇതിഹാസ് और तुमने नहीं उसने लिखा है. നമ്മളെ കുറിച്ചിട്ടുള്ള ചരിത്രം നമ്മളല്ല ഉസ്നെ ലിഖാ ഹെ, അവരാണ് എഴുതുന്നത്. इसमें किस बात की और संकेत है, ഇതിൽ ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്? हम दूसरों के माध्यम से दुनिया को बताते हैं कि हम कौन है और क्या है. നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റൊരാളെ ആശ്രയിച്ചിട്ട് അവരെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് കരുതിക്കൊണ്ടാണ് നമ്മൾ എന്താണെന്നും നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെന്നും നമ്മൾ പറയുന്നത് അല്ലെ? നമ്മൾ മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കുകയാണ്, അതുവഴിയാണ് നമ്മൾ ആരെന്നും എന്തെന്നും നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ കവിത കണ്ടിന്യൂ ചെയ്യാണ്. कब तक जोहते रहोगे अवतारों के आगमन की बाट की, हो सके तुम्हारा उद्धार, क्यों करेगा कोई तुम्हारी व्यथा का निराकरण अपनी व्यथा बढ़ाने के लिए. वो कब तक जोते रहोगे अवतारों के आगमन की बाट की, हो सके എപ്പോൾ വരെ നിങ്ങൾ കാത്തിരിക്കും? അവതാറോं के आगमन, അവതാരങ്ങളുടെ വരവിനായിട്ട് നിങ്ങൾ എത്രത്തോളം കാലം കാത്തിരിക്കും? തുമാര ഉദ്ധാർ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങളെ ഒരു എന്താണ് കുറച്ചുകൂടെ ഒരു ഉയർച്ചയിലെത്തിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് അവതാരങ്ങളുടെ വരവിനായിട്ട് നിങ്ങൾ എത്രത്തോളം കാലം കാത്തിരിക്കും? क्यों करेगा कोई तुम्हारी व्यथा का निराकरण अपनी व्यथा बढ़ाने के लिए, ആരെങ്കിലും എന്താ അതിൽ തയ്യാറാകുമോ? തുമാരി വ്യഥാക്ക നിരാകരൻ, നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ ഇല്ലാതാക്കാനും, നിങ്ങളുടെ വിഷമങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ ഇല്ലാതാക്കാനും പകരം എന്താണ് അവരുടെ വിഷമങ്ങൾ കൂട്ടാനുമായിട്ട് അപ്പിനി വ്യഥാ പഠാനേക്കലി, അവരുടെ വിഷമങ്ങൾ കൂട്ടാനുമായിട്ടും ആരെങ്കിലും ശ്രമിക്കുവോ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ശ്രമിക്കുമോ മക്കളെ? നിങ്ങളുടെ ഒരു കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളാന്നൊക്കെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് അടുത്തൊരാളുടെ അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, കുറച്ച് പണത്തിന്റെ ആവശ്യം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ വേറൊരു അടുത്ത സുഹൃത്തിന്റെ അടുത്ത് പറയണം. അപ്പൊ അവരെന്താണ് ഇപ്പൊ ഒരു പണമൊക്കെ തന്നിട്ട് നിന്റെ സങ്കടം ഇല്ലാതാക്കാനായിട്ട് നിനക്ക് പണം തന്നിട്ട് ഞാൻ എന്റെ സങ്കടം കൂട്ടുവോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഇസ്ലിയെ ബദലോക്കി, ഇതെന്താ മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ബദലോക്കി സമയ ബദൽ ചുക്കാ ഹി, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. नहीं देता अब कोई अपनी निवाला, नहीं देता अपना गाल और नहीं मृगता कोई अपने सर पर जूती. ആരെന്താണ് തന്റെ വിഷമങ്ങൾ മറ്റൊരാളുടെ വിഷമങ്ങളെ കേട്ടിട്ട് തന്റെ വിഷമം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നില്ല, ആരും അവരുടെ കവിള് നൽകില്ല എന്നാ പറയുന്നത്. അതായത് തങ്ങളുടേതായിട്ടുള്ള ഒന്നും ആരും എന്താണ് ആർക്കും വിട്ടു നൽകില്ല. और नहीं रगता कोई अपने सर पर ज्योति, അതായത് സർപ്പർ ജ്യോതി എന്ന് പറഞ്ഞെങ്കിൽ ആരും തലയിൽ എന്തെടുത്തു വെക്കില്ല? ചെരുപ്പ് എടുത്തു വെക്കില്ല. സർപ്പർ ജ്യോതി എന്ന് പറഞ്ഞെങ്കിൽ അത് അവിടെ ഒരു പ്രയോഗമാണ് പറയുന്നത്. അതായത് മറ്റൊരാളുടെ പ്രശ്നങ്ങളും വിഷമതകളും ഒന്നും എന്താണ് നമ്മുടെ തലയിൽ കയറ്റി വെക്കില്ല എന്ന് സാരം. സർപ്പർ ജ്യോതി, തലയിൽ ചെരുപ്പെടുത്തു വെക്കുന്നത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അല്ല. ചെരുപ്പ് എവിടെയാണ് നമ്മളിടുക? കാലിലല്ലേ ഇടുക. അപ്പൊ തലയിൽ ആരും ചെരുപ്പെടുത്തു വെക്കില്ല. അതുപോലെ തന്നെ വേണ്ടാതെ നമ്മൾ പറയും വെറുതെ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കണ്ടാന്ന് ഇല്ലേ? മലയാളത്തിലൊക്കെ ചിലപ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ ആരും ഇന്നത്തെ കാലത്ത് എന്താണ് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ തയ്യാറായില്ല. ആരും അവരുടെ കവിള് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായില്ല. कि आत्मसम्मान से बड़ी कोई चीज नहीं होती. ആത്മസമ്മാൻ സേ, ആത്മസമ്മാൻ എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് മറ്റൊരു വസ്തുവുമില്ല. അപ്പൊ നമ്മൾ എന്താണ് ആരുടെ മുൻപിലും നമ്മൾ എന്ത് ചെയ്യരുത്?
നമ്മളൊന്നിനും മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് എപ്പോഴും എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവര് സഹായിക്കും, ഇവര് സഹായിക്കും എന്ന് കരുതി നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് എന്താണ് നമ്മൾക്ക് വേണം. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നേരിടേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. മറ്റൊരാളും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അത് അവരുടെ തലയിൽ എടുത്തു വെക്കില്ല. ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് എന്താ? മറ്റൊന്നും തന്നെയില്ല. ഈ ഒരു കാര്യങ്ങളാണ് കബ്തക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോൾ വരെ നിങ്ങൾ ഇതൊക്കെ സഹിക്കും? എപ്പോൾ വരെ നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കവി നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. വന്ദന ടെട്ടിയുടെ കവിത കബ്തക് വളരെ ചെറിയൊരു കവിതയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. कि आत्मसम्मान से बड़ी कोई चीज नहीं होती, इन पंक्तियों पर अपना विचार प्रकट करें. ആത്മസമ്മാൻ സെ ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് മറ്റൊരു വസ്തുക്കളും തന്നെയില്ല. ഈ ലൈനിനെ പറ്റിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഉള്ളിലുള്ളൊരു വിചാരം അതൊന്ന് പ്രകടമാക്കാൻ. ആത്മസമ്മാൻ സെ ബഡിക്കർ കുച്ച് നഹി, നമുക്ക് എല്ലാവർക്കും അറിയാം ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് എന്താ? മറ്റൊന്നും തന്നെയില്ല. ഇസ കിസി ദൂസറോക്കെ സാമനെ നഹി രഖ്നാ ഹൈ, ഇത് നമ്മൾ മറ്റൊരാളുടെ മുന്നിലും അടിയറ വെക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ അഭിമാനം എപ്പോഴും വലുതായിരിക്കണം. ആ ഒരു ചിന്തയല്ല എല്ലാവർക്കും ഉള്ളത്. മറ്റൊരാളുടെ മുന്നിലും അടിയറവ് വെക്കാൻ ആരും തയ്യാറല്ല. അപ്പൊ നിങ്ങൾക്ക് കവിത ക്ലിയർ ആയിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ കുറച്ച് ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. എപ്പോൾ വരെ നമ്മുടെ ഒരു സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ, നമ്മുടെ എല്ലാ മനുഷ്യരും നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്ക് നേരെയുള്ള ഒരു കവിതയാണ്. മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നു, നമ്മൾക്കൊന്നും സ്വയം ചെയ്യാൻ വയ്യ എന്നിങ്ങനെയുള്ള തോന്നലുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഉയർന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് വന്ദന ടെട്ടിയുടെ കബ്തക്. അപ്പൊ നമുക്ക് ഇതിലുള്ള വർക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. വളരെ കുറച്ച് വർക്ക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വർക്ക്, സമാൻ ആശയവാലെ പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ഒരു സെയിം മീനിങ് വരുന്നത്, സെയിം ആയിട്ടുള്ള ഇവിടെ കുറച്ച് മീനിങ്സ് തന്നിട്ടുണ്ട് നമ്മുടെ കവിതയുടെ. അപ്പൊ ഇതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ടൈമിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. അപ്പൊ ഒരു ലൈൻസ് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാനാണ്. ഫസ്റ്റ് ലൈൻ, अपना परिचय जानने के लिए दूसरों का इंतजार नहीं करो. നമ്മളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട്, അതായത് മറ്റൊരാളുടെ മുൻപിൽ നമ്മൾ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് മറ്റൊരാളെ കാത്തിരിക്കേണ്ടതില്ല. ദൂസറോക ഇന്തസാർ നഹീം കറോ, മറ്റൊരാളെ കാത്തിരിക്കേണ്ടതില്ല. ആ ഒരു ലൈൻ എവിടെയാ വരുന്നത്? നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് മറ്റൊരാളെ കാത്തിരിക്കേണ്ടതില്ല എന്ന് നമ്മുടെ കവിതയുടെ ഫസ്റ്റിൽ വരുന്നുണ്ടല്ലേ. कब तक जोते रहोगे अपनी पहचान जानने के लिए दूसरों का मुंह और അല്ലെ ദൂസറോ കാ മുഹ്. നമ്മൾ എത്ര നാള് നമ്മൾ കാത്തിരിക്കും മറ്റൊരാളെ തിരിച്ചറിയുന്നതിനായിട്ട്? നമ്മളെ തിരിച്ചറിയുന്നതിനായിട്ട് നമ്മൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. അപ്പം അതുമായിട്ട് മീൻ ചെയ്യുന്ന ഫസ്റ്റിലുള്ള ആശയമായിട്ട് മാച്ച് ചെയ്യുന്ന ലൈൻസ് ആണ് ഇത്. നെക്സ്റ്റ് വരുന്നത്, ऐसी आशा छोड़ दो कि तुम्हारे लिए संघर्ष करने कोई आएगा. നമ്മുടെ ഉള്ളില് മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി സംഘർഷ് കർണേക്കല്, നമ്മൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് പടപൊരുതാനായിട്ട് ഒരാൾ വരും എന്നുള്ള ആ ഒരു ആശ, അങ്ങനെയുള്ള ഒരു തോന്നൽ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു സെക്കൻഡ് ആയിട്ട് ഇതിന് വരുന്ന മാച്ച് ചെയ്യുന്ന ലൈൻ ഏതാ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് തേർഡ് വരുന്ന ആശയം കൂടെ നോക്കാം. कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा. ആരും തന്നെ, കൊയ് ഭി എന്ന് പറഞ്ഞാൽ ആരും തന്നെ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാനായിട്ട് തയ്യാറാകില്ല. എന്തുകൊണ്ടാ? ജിസെ ഉസ്കെ ദുഃഖ കി വൃദ്ധി ഹോ, അവരുടെ ദുഃഖത്തെ ഇരട്ടിപ്പിച്ചിട്ട് നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാനായിട്ട് ആരും വരുന്നില്ല. അപ്പൊ നമുക്ക് 3 ആശയം വരുന്ന ലൈൻസാ തന്നിരിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ കണ്ടുപിടിച്ചു, അപ്നെ പരിചയ ജാനേക്കല്ലേ ദൂസറോ കാ ഇന്തസാർ നഹീ കറോ. നമ്മളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട്, നമ്മളെ പുറത്ത് അറിയിക്കുന്നതിനായിട്ട് നമ്മൾ മറ്റൊരാളെ കാത്തിരിക്കേണ്ടതില്ല. സെക്കൻഡ്, ഐസി ആശ ചോട് ദോക്കി തുമാരെ ലിയേ സംഘർഷ് കർണേ കൊയ് ആയേഗാ. നമ്മൾക്ക് വേണ്ടി സംഘർഷം ചെയ്യാനായിട്ട് ആരെങ്കിലും വരുമെന്നുള്ള ഒരു ആശ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. തേർഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാനായിട്ട് മറ്റൊരാൾ മുന്നോട്ട് വരില്ല. എങ്ങനെ? അവരുടെ ദുഃഖം ഇരട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖം ഇല്ലാതാക്കാൻ ആരും വരില്ല. ഈ 2 ലൈൻസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ കവിതയിൽ എവിടെയാന്ന്.
യെസ്, നമുക്ക് നെക്സ്റ്റ് വരുന്ന ലൈനിൽ എവിടെയാ? നമ്മുടെ ഒരു ദുഃഖം ഇല്ലാതാക്കാൻ, നമുക്ക് വേണ്ടി സംഘർഷം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരുമെന്നുള്ള ആശ വേണ്ട. അപ്പൊ നമുക്ക് ഇത് അവിടെ തന്നിട്ടുണ്ട്. कब तक आश्रय में रहोगे कि कोई आए और तुम्हारे लिए लड़े. ആരെങ്കിലും നിങ്ങൾക്കായിട്ട് പടപൊരുതാൻ വരും. ആ ഒരു ആശ്രയം, ആ ഒരു ചിന്ത നമ്മൾക്ക് വേണ്ട. അതിനായിട്ട് സെയിം വരുന്ന മീനിങ് വരുന്ന ലൈനാണ് ഇവിടെ. ഇനി എന്താ നമുക്ക് വരുന്നത്? നമ്മുടെ ദുഃഖം ഇല്ലാതാക്കാനായിട്ട് ആരും വരില്ല. എങ്ങനെ? അവരുടെ ദുഃഖം ഇരട്ടിപ്പിച്ചുകൊണ്ട്. തുമാരി വ്യഥാ കാ നിരാകരൺ അപ്നി വ്യഥ പഠാനെ കേലിയെ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആശയം വരുന്ന ലൈൻസ്. അപ്പം ഈ 3 ലൈൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ ഈസി കവിതയാണ്, നിങ്ങൾക്ക് ബൈ ഹാർട്ട് വരെ പഠിക്കാൻ പറ്റിയൊരു കവിതയാണ്. അപ്പൊ ഈ ലൈൻസ് ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പൊ സമാന ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയെ. ഇത് 3ഉം നമ്മൾ ചെയ്തു. ഇതിന് സെയിം ആയിട്ട് മീനിങ്സ് വരുന്ന ലൈൻസ് നമ്മൾ ഏതൊക്കെയാന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത്, कविता पर चर्चे करें और ऐसे महापुरुषों के नाम जोड़ें जिन्होंने समाज के उद्धार के लिए अपनी जिंदगी का समर्पण किया है. അപ്പൊ നമ്മുടെ കവിത നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് എന്താണ്, നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വയം മുന്നേറണം. ഇങ്ങനെയുള്ളൊരു മീനിങ്സ് ഒക്കെയാണ് കവിതയിൽ വരുന്നത്. നമ്മൾ മറ്റൊരാളെ ഒന്നിനും ആശ്രയിക്കേണ്ടതില്ല. അപ്പൊ എന്താണ്, എല്ലാവരെയും ഒരു നവോത്ഥാനം, ഒരു ഉദ്ധരിപ്പിക്കാനുള്ള ആ ഒരു ശക്തി തരുന്ന ഒരു കവിതയാണ് കബ് തക്. അപ്പൊ നമുക്കിവിടെ കുറച്ച് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട്. അവരെന്താണ്? അപ്നി ജിന്ദഗി കാ സമർപ്പൺ കിയാ ഹേ, സമാജ് കെ ഉദ്ധാൻ കെ ലിയെ, സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി, സമൂഹത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ച കുറച്ച് ആളുകളാണ് ശ്രീമതി അക്കാമ ചെറിയാൻ, ശ്രീ നാരായണ ഗുരു, മഹാത്മാഗാന്ധി, മഹാത്മാ അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ 4 പേരിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പേര് ഏതാണ്? ഏത് പേരാ അറിയുന്നത്? 4 ആളെയും ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും അറിയുന്ന ഒരു പേര് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് പ്രശസ്തനായിട്ടുള്ളത്? യെസ്, കേരള നവോത്ഥാനത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഒരുപാട് താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീനാരായണ ഗുരു. തന്റെ ജീവിതം തന്നെ എന്താണ്, ഈ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ളതായിരുന്നു ഏതൊക്കെയാണ്? ശിവപ്രതിഷ്ഠ, ആലുവയിലുള്ള ശിവപ്രതിഷ്ഠ, പിന്നെ ശിവഗിരി. ശ്രീനാരായണ ഗുരുവിൽ വരുന്ന ഇദ്ദേഹം ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, അല്ലെ? ജാതി മതമൊന്നും വേണ്ട, എല്ലാവർക്കും ഒരു ദൈവം മതി മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, എല്ലാവർക്കും ഒരു ജാതി മതി ഒരു ദൈവം മതി എന്നല്ലേ. നമുക്ക് എന്താണ്, ആ ഒരു ഭിന്നിപ്പില്ലാതാക്കാനായി ശ്രമിച്ച അദ്ദേഹമാണ്. പിന്നെ എന്താണ്, ശ്രീനാരായണ ഗുരു ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ആളാണ് മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയും അതുപോലെ തന്നെ സാമൂഹിക നവോത്ഥാനത്തിൽ മുന്നേറ്റം വഹിച്ചൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള സമരമാണ് വില്ലുവണ്ടി സമരം. താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള അയ്യങ്കാളി എന്താണ്, നമ്മുടെ ഒരു പണ്ടത്തെ കാലഘട്ടത്തില് ജാതിയുടെ പേരിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നിന്ന സമയത്ത് ഉയർന്ന ജാതിക്കാർ എന്താണ്, താഴ്ന്ന ജാതിക്കാരെ അടിമകളാക്കി കണക്കാക്കിയിരുന്നു. അപ്പൊ അതിനൊക്കെ എതിരെ പടപൊരുതിയ വ്യക്തിയാണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം. വളരെ പ്രശസ്തമാണ്. കല്ലുമാല സമരം, ഇതെല്ലാം പ്രശസ്തമായിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ആളാണ് ശ്രീമതി അക്കാമ ചെറിയാൻ. ശ്രീമതി അക്കാമ ചെറിയാൻ എന്താണ്, യെസ്, കേരളത്തിലെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ നവോത്ഥാന നേതാവാണ് ശ്രീമതി അക്കാമ ചെറിയാൻ. അപ്പൊ ഝാൻസി റാണി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് നല്ലൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നല്ലേ ഝാൻസി റാണി. അപ്പൊ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നാണ് ശ്രീമതി അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അവര് സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തികൾ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത് മുസ്ലിം നവോത്ഥാനത്തിലെ മുൻനിര നായകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവരെ കൂടാതെ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം തന്നെ എന്താണ്, സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾക്ക് അറിയപ്പെടുന്നതായിട്ടുള്ള മറ്റു വ്യക്തികളെ കണ്ടെത്തുക. ഇവരുടെ തന്നെ എന്തൊക്കെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഫേമസ് ആയത് എന്ന കാര്യം കൂടെ നിങ്ങൾ അന്വേഷിച്ചൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ,
അപ്പൊ മക്കളെ നമ്മുടെ ഈ വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? കവിതാമേ കൊയ് ശബ്ദ കാ പ്രयोग ബാർ ബാർ ഹുവാ ഹെ. നമ്മുടെ കവിതയിൽ എന്താണ് ഒരുപാട് സ്ഥലത്തിൽ കൊയ് എന്നൊരു ശബ്ദം നമ്മൾ പറയുമ്പോൾ കൊയ് എന്നാണ് പറയാ. പക്ഷെ കൊയ് എന്ന ഈ ഒരു വേർഡ് എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കിസ്കോ സൂചിത് കർത്താ ഹെ. ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ആരും വരില്ല എന്ന് പറയുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് വേണ്ടി മുന്നേറാൻ ആരും വരില്ല, നിങ്ങൾ ആരെയും കാത്തിരിക്കണ്ട, അങ്ങനെ കൊയ് കൊയ് എന്ന ശബ്ദം വരുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്? കവിതാമേ കൊയ് ശബ്ദ് കിസി മനുഷ്യക്കോ സൂചിത് കർത്തേ. ഏതെങ്കിലും ഒരു മനുഷ്യന് ആരെങ്കിലും വരുമെന്ന ഒരു പ്രതീക്ഷ വേണ്ട, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊയ് എന്ന ഒരു വേർഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കൊയ് ക്ലിയറാണോ? ചെറുതായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രയോഗിക്ക് വിശേഷത പഹുചാനി. 2 വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലെ, 2 സെന്റൻസ്. മുഹ് ജോഹുന और बाट जोहना. മുഹ് ജോഹന ബാട്ട് ജോഹന, ഇത് രണ്ടും എന്താ? നമ്മൾ ഈ മുഹ് ജോഹന എന്ന പ്രയോഗം വരുന്നത് നമ്മുടെ കവിതയിലെ ഫസ്റ്റ് പാർട്ടിലാണ്. ജബ് തക് രഹോഗ, നമ്മൾ എത്ര നാൾ നമ്മൾ കാത്തിരിക്കും മറ്റൊരാൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി പഹുചാൻ കർണേക്കേലി എത്ര നാൾ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പൊ മുഹ് ജോഹന ബാട്ട് ജോഹന, ഇത് രണ്ടും എന്താന്നോ? ഇത് രണ്ടും ഒരു മുഹാവരയാണ്, ഒരു പദപ്രയോഗമാണ്. നമ്മൾ ശൈലി പഴഞ്ചൊല്ല് എന്നൊക്കെ പറയില്ലേ. അപ്പൊ മുഹ് ജോഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിസിക്കോ നമ്മൾ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ മറ്റാരെങ്കിലും പ്രതീക്ഷയില്ല, ആശ്രിത കർണ, മറ്റാരെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നത്, അതിനെയാണ് ആശ്രയിക്കുന്നതിനെയാണ് നമ്മൾ മുഹ് ജോഹന എന്ന് പറയുന്നത്. ആശ്രിത് കർണ, മറ്റൊരാളെ ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി പുറത്ത് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നു. ആ ഒരു ഏരിയയിലാണ് നമ്മൾ മുഹ് ജോഹന എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ബാട്ട് ജോഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വരുന്നത് ഇന്തിസാർ കർണ, നമ്മള് പ്രതീക്ഷിക്കുന്നു അല്ലേ. ഇന്തിസാർ കർണ ബാട്ട് ജോഹന. ബാട്ട് ജോഹന എന്നുള്ളത് വരുന്നത് എന്താണ്? നമ്മൾക്ക് വേണ്ടി പടപൊരുതാനായിട്ട് ആരെങ്കിലും വരുമെന്ന് നമ്മൾ എത്ര നാള് കാത്തിരിക്കുന്നു, എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, അതാണ് ഇന്തിസാർ കർണ യാ ബാട്ട് ജോഹന. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള 2 ശൈലികളാണ്. അപ്പൊ ഇത്തരത്തിൽ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, നമ്മൾ കവിതയിൽ പറഞ്ഞു ആരും വയ്യാവേലി എടുത്ത് തലയിൽ വെക്കില്ല. അത്തരത്തിൽ ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന ഓരോ ശൈലികളാണിത്. അപ്പൊ കുറച്ച് മുഹാവര ശൈലികളൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കി വെക്കണം. ഇതുപോലെ വേറെയും ഒരുപാട് പ്രയോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു കവിത നമ്മൾ ഏതൊരു കവിതയാണെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കവിതയിൽ വരാവുന്ന ഏറ്റവും ഒരു മെയിൻ ആയിട്ട് വരുന്നൊരു ഘടകമാണ് ഈ ക്വസ്റ്റ്യൻ. കവിതാക്ക ആശയലിഖ്യം, കവിതയുടെ ആശയം എഴുതുക എന്നുള്ളത്. എന്താണ് കവിതയുടെ ആശയം എഴുതുക? നമ്മൾ മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം എങ്ങനെയാണ് കവിതയുടെ ആശയം എഴുതുക. അറിയുന്ന കാര്യമല്ലേ എങ്ങനെയാ എഴുതുക എന്നുള്ളത്? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അറിയില്ല എല്ലാവർക്കും? എന്തൊക്കെയാ നമ്മളൊരു കവിതയുടെ ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മക്കളൊന്ന് പറഞ്ഞു തന്നേ. നമ്മൾ ഏതൊരു കവിതയാണോ എഴുതുന്നത് ആ കവിത എഴുതിയിരിക്കുന്ന റൈറ്റർ ആരാണ്, അതിന്റെ ലേഖക, അതിന്റെ കവി ആരാണ്, ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു കവി പരിചയം, ആ കവി എങ്ങനെയുള്ള കവിയാണ്, ആ ഒരു കവി ഏത് കാലത്തിലുള്ളതാണ്, അങ്ങനെ എന്തെങ്കിലും കവിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? തീർച്ചയായും വേണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ആ കവിതയില് നമ്മൾ തിന്നിരിക്കുന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എന്താണ്, ആ ആശയത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും എഴുതണം. കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ, നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മൾ 2ാമത്തെ ഘട്ടമായിട്ട് എഴുതണം. ആ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ കവിതയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉപസംഹാരമായിട്ട് നമ്മൾ കവിതയിൽ നിന്നും എടുക്കേണ്ട, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്താണ്, എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കവിതകളൊക്കെ പഠിക്കുന്നുണ്ട്. അത് വെറുതെ വായിച്ചു പോകാനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാത്രം എഴുതി മാർക്ക് മേടിക്കാനുള്ള സംഗതിയാണോ? ഒരിക്കലല്ല മക്കളെ. നമ്മൾക്ക് ഓരോ കവിതയായാലും കഥയായി കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തൊരു സന്ദേശമാണ് ഒരു കവിതയിലൂടെ തരുന്നതെന്ന കാര്യം നമ്മൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ ആ ഒരു സന്ദേശം എന്താണെന്ന് നമ്മൾ എഴുതണം. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം എഴുതിയിരിക്കുന്ന കവിത എഴുതിയിരിക്കുന്നത്, കവിതയുടെ പേരും കവിത എഴുതിയിരിക്കുന്ന ആളെ കുറിച്ച് എഴുതണം. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയേണ്ടത് കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, കവിതയിലുള്ള ഒരു മീനിങ്, അതിലുള്ള ഒരു ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് കവിതയുടെ ഒരു ഉപസംഹാരം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്, ആ ഒരു കാര്യവുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമുക്ക് കബ് തക് എന്ന കവിതയുടെ ആശയം ഒന്ന് നോക്കാം. കബ് തക്. അപ്പൊ നമ്മുടെ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? കവിതാച്ചി കവിയത്രി കോൺ ഹെ? वंदना टेटे। भारतीय आदिवासी लेखिका वंदना टेटे की एक सुंदर कविता है कब तक। അപ്പൊ എന്താണ്? ഭാരതീയ ഒരു ആദിവാസി ലേഖികയാണ് നമ്മുടെ ഈ കവിയത്രിയായിട്ടുള്ള വന്ദന ടെട്ടെ. അപ്പൊ ഭാരതീയ ആദിവാസി ലേഖിക. അപ്പൊ നമ്മൾ കവിത എഴുതിയിരിക്കുന്ന ആളുടെ പേരെന്താണ്? വന്ദന ടെട്ടെ. വന്ദന ടെട്ടെക്ക് ഏക് സുന്ദർ കവിത ഹെ കബ് തക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ് കബ് തക്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എന്താണ് എവിടെയും എടുക്കാം. നമ്മുടെ ഒരു റൈറ്ററിന്റെ പേര് പറഞ്ഞിട്ട് ഏക് സുന്ദർ കവിത, ഒരു സുന്ദർ കവിത എന്നുള്ളത് നമുക്ക് ഈ കവിതയുടെ പേര് പിന്നെ നമുക്ക് മാറ്റാം. ഏത് കവിതയെ കുറിച്ചിട്ടാണോ പറയുന്നത് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഏക് സുന്ദർ കവിത ഹെ കബ് തക്. അപ്പൊ ഭാരതീയ ആദിവാസി ലേഖികയായിട്ടുള്ള വന്ദന ടെട്ടെയുടെ ഒരു സുന്ദരമായിട്ടുള്ള കവിതയാണ് കബ് തക്. इस कविता के माध्यम से कवि लोगों से बात कर रहे हैं. ഈ കവിതയെ മീഡിയം ആക്കിയിട്ട് നമ്മുടെ ഈ കവയത്രി എന്താ ചെയ്യുന്നത്? ആളുകളുടെ അടുത്ത് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. ആളുകളുടെ അടുത്ത് എന്തൊക്കെ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത്. അപ്പൊ മനുഷ്യരോട് നമ്മുടെ അടുത്തെല്ലാം പറയാനുള്ള കാര്യങ്ങളാണ് ഈ കവിത വഴി നമ്മുടെ വന്ദന ടെട്ടെ ഷെയർ ചെയ്യുന്നത്. ഹമേ खुद को समझने के लिए किसी और की जरूरत नहीं है. हमें खुद को समझने के लिए किसी और की जरूरत नहीं है. നമ്മൾക്ക് സ്വയം നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് മറ്റൊരാളുടെയും ആവശ്യമില്ല. നമ്മൾ എന്താണ്, ഞാൻ എന്താണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആരുടെയും ആവശ്യമില്ല. അപ്പം ഹമേ ഖുദ് കോ സമജ്നെ കെ ലിയെ, നമുക്ക് സ്വയം തിരിച്ചറിയുന്നതിനായിട്ട് കിസി ഓർ കി സറൂരത് നഹീ ഹൈ, മറ്റൊരാളുടെയും ആവശ്യമില്ല. യഹ സോചന വ്യർത്ഥ ഹൈ കി കോയി ഓർ ഹമാരെ ഹിത് കെ ലിയെ ലഡേഗാ. നമ്മുടെ നല്ലതിനായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി പരപൊരുതും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? വെറുതെ ചിന്തിക്കാണ്. അത് വളരെ വ്യർത്ഥമായിട്ടുള്ള കാര്യമാണ്, ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. എന്താണ്? എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാകുള്ളൂ. दूसरों के माध्यम से अपनी खुशी ढूंढना कभी पूरा नहीं होता. दूसरों के माध्यम से अपनी खुशी ढूंढना, മറ്റൊരാൾ വഴി നമ്മളുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. അപ്പനി ഖുശി ढूंढना കഭി പൂരാ നഹീ ഹോത്ത, അതൊരിക്കലും എന്താണ്? കംപ്ലീറ്റ് ആവില്ല. നമ്മൾ വഴി, മറ്റൊരാൾ വഴി നമ്മളുടെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് എന്താണ്? വെറുതെയാണ്. कोई भी किसी दूसरे का दुख दूर नहीं करना चाहता या अपना दुख दोगुना नहीं करना चाहता है. कोई भी किसी दूसरे का दुख दूर नहीं करना, വേറെ ആരും തന്നെ എന്താണ്? മറ്റൊരാളുടെ ദുഃഖം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ്? അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ദുഃഖം ഇരട്ടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാളുടെ ദുഃഖം ഇല്ലാതാക്കാനും ശ്രമിക്കുന്നില്ല. അവരുടെ കഥ കേട്ടിട്ട് എന്താണ്? തന്റെ ദുഃഖം ഇരട്ടിപ്പിക്കാനും ആരും ആഗ്രഹിക്കുന്നില്ല. कोई भी अपने आत्मसम्मान से बढ़कर कुछ नहीं देखता है. ആരെന്താണ്? തന്റെ ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് മറ്റൊന്നിനെയും കാണുന്നില്ല. തന്റെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുതെന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ അതിനേക്കാളും വലുതായിട്ട് എന്താണ്? മറ്റൊന്നും ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മള് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. കവി ഉസ് മാനസികത കോ പ്രതിബിംബിത് കർത്താ ഹേ ജിസെ ലോഗോं के बीच बदलने की जरूरत है. അപ്പൊ കവി എന്തൊരു മാനസികതയാണ് കവിതയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്? ജിസെ ലോഗോं के बीच बदलने की जरूरत है. ആളുകളുടെ ഇടയിൽ എന്താണ്? മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യരുടെ ചിന്താഗതികൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾ കുറെ കാലമായിട്ട് വെച്ചു കൂട്ടിയിട്ടുള്ള ചിന്താഗതികൾക്കൊക്കെ മാറ്റം വരേണ്ട സമയമായിരിക്കുന്നു.
यह कविता स्पष्ट करती है कि जो अपना है उसके लिए किसी और का इंतजार करना ठीक नहीं है और स्वाभिमान से बढ़कर कुछ नहीं है. यह കവിത സ്പഷ്ട करती है. ഈ കവിത വളരെ സ്പഷ്ടമാക്കുന്നുണ്ട്. എന്താ സ്പഷ്ടമാക്കുന്നത്? जो अपना है उसके लिए किसी और का इंतजार करना ठीक नहीं है. നമ്മൾക്ക് എന്താണ്? നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും ശരിയുള്ള ഒരു കാര്യമല്ല. പിന്നെയോ സ്വാഭിമാനസേ ബഡ്കർ കുച്ച് നഹി ഹേ. ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് എന്താണ്? മറ്റൊന്നും തന്നെയില്ല. ഓക്കെ, അപ്പൊ നമ്മള് കവിതയുടെ ഒരു ആശയം എഴുതിയിട്ടുണ്ട്. ഈ കവിതയുടെ ആശയത്തിൽ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മളാണുള്ളത്. നമ്മൾ മറ്റൊരാളുടെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അപ്പൊ സമൂഹത്തിൽ ഈ ചിന്താഗതികളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ കവിതയിലൂടെ വന്ദന ടേട്ടി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആശയം എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കവിത വന്ദന ടേട്ടയ്ക്ക് ഏക് സുന്ദർ കവിത ഹേ കബ് തക്. അപ്പൊ വന്ദന ടേട്ട എങ്ങനെയുള്ള ഒരു കവിയത്രിയാണ്? ഭാരത് കി എന്താണ് ആദിവാസി ലേഖികയാണല്ലേ? ആദിവാസി ലേഖികയാണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള കവിയാന്ന് പറഞ്ഞു. അവരുടെ കവിതയാണ് ഏക് സുന്ദർ കവിത ഹേ കബ് തക്. എന്നിട്ട് ആ ഒരു സെന്റൻസിൽ ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ എന്താണ് ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത് അതും കൂടെ പറഞ്ഞു. പിന്നെ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലാണ് കവിതയുടെ ആശയം എഴുതിയത്. കവിതയുടെ ആശയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. ആരും എന്താണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. ആരും എന്താണ് തലയിൽ ചെരുപ്പെടുത്തു വെക്കില്ല എന്ന്. അതായത് വേണ്ടാത്ത പ്രശ്നങ്ങൾ എടുത്തിട്ട് ആരും എന്താണ് തലയിൽ എടുത്തു വെക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാണ് എന്താണ് കവി ഇതിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കബ് തക് എന്നൊരു ചാപ്റ്ററിൽ നമ്മൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു കാര്യം കവിതയുടെ ആശയമാണ്. അത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. കവിത നന്നായിട്ട് വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഇന്നർ മീനിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കവിതയിൽ വരുന്ന കബ് തക് എന്ന കവിതയിൽ വരുന്ന വർക്ക്ഷീറ്റ് നമുക്ക് ഇവിടെ കഴിയുകയാണ്. ഈ 4th ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ലാസ്റ്റ് വരുന്നത്? കബ് തക് എന്ന കവിതയോട് വന്ദന ടേട്ടി കവിയത്രി അല്ലേ? നോക്കാം നമുക്ക്. कब तक वंदना टेटे की जन्म 13 सितंबर 1969 में है। वंदना टेटे का जन्म झारखंड के सिमडेगा जिले के सामटोली में हुआ। वंदന ടേറ്റയുടെ ജനനം എവിടെയാണ്? ജാർഖണ്ഡിലെ. വന്ദന ടേറ്റയുടെ ജനനം ജാർഖണ്ഡിലെ സിമഡേഗ ജില്ല. ജില്ലയുടെ നെയിം എന്താണ്? സിംഡേഗ ജില്ലയിലെ സാംടോലി में हुआ. സാംടോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ദന ടേറ്റെ ജനിച്ചിരിക്കുന്നത്. हिंदी और गढ़िया में लिखे इनके लेख കവിതായേം और कहानियां പത്ര പത്രികാओं में प्रकाशित है. അപ്പൊ ഇവരെന്തിലാണ്? ഹിന്ദിയിലും എഴുതുന്നുണ്ട്, ഘടിയ എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ എഴുതുന്നുണ്ട്. ഇതിൽ എഴുതുന്ന ഇവരുടെ ലേഖ ആർട്ടിക്കിള്, കവിതായും കവിതകള്, കഹാനി കഥകള്, ഇതെല്ലാം എന്താണ്? പത്ര പത്രികാओं में प्रकाशित है. പത്രപത്രികകളിലൊക്കെ ഓരോ മാഗസീൻസിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. किसका राजा है? आदिवासी साहित्य परंपरा और प्रयोजन, आदिम राग, कौन जोगा आदि उनकी प्रमुख कृतियां है. അപ്പൊ നമ്മൾ പറഞ്ഞു ആദിവാസി ലേഖികയാണെന്നല്ലേ. അപ്പൊ ആദിവാസി ലേഖിക എന്ന് പറയാൻ എന്താ കാരണം? ആദിവാസി സാഹിത്യ പരമ്പര और പ്രയോജന, ആദിവാസി സാഹിത്യത്തിനെ കുറിച്ചിട്ടുള്ള അതിന്റെ പരമ്പര और പ്രയോജൻ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം, ഒരു കൃതി ഇദ്ദേഹം ഇവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രശസ്തമായിട്ടുള്ള രചനകളാണ് കിസ്കെ രാജാ ഹേ, ആദിം രാഗ്, കോൺജോ, ഇതെല്ലാമാണ് ഇവരുടെ പ്രമുഖമായിട്ട് വരുന്ന കൃതികൾ. അപ്പൊ നമ്മൾ ഈ ഒരു കവി പരിചയം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. അവരുടെ ഏതെങ്കിലും ഒരു പ്രശസ്തമായിട്ടുള്ള 2 കൃതികളെ പറ്റിയിട്ട് ഓർത്ത് വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കവിതയുടെ ആശയം എഴുതാനുള്ള സമയത്തൊക്കെ നമ്മൾ എന്താ പറയണം? ആരെയാണ് നമ്മുടെ ആ കവി എന്ന കാര്യം നമ്മൾ പരാമർശിക്കണം. അപ്പൊ നമ്മള് നമ്മുടെ യൂണിറ്റ് 4 ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വന്ദന ടേറ്റയുടെ കബ് തക് എന്ന കവിത വഴി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാ പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു കാമ്യാബി കി രാഹ് പർ എന്ന യൂണിറ്റില് എന്താണ്? വിജയത്തിന്റെ വഴിയിലല്ലേ? വിജയത്തിന്റെ വഴിയില് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഫുട്ബോൾ കെ ദിൽ കെ രാജ. സെക്കൻഡ് ചാപ്റ്റർ
घर पेड़ और तारे की याद और തേർഡ് ചാപ്റ്റർ കബ് തക്. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ എന്താണ് നമ്മൾ കഠിനാധ്വാനത്തെ കുറിച്ചിട്ട് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫുട്ബോളിന്റെ രാജാവായിട്ട്, കളിയുടെ രാജാവായിട്ട് പെലെ മാറാൻ എന്താ കാരണം? പെലെയുടെ കഠിനാധ്വാനമായിരുന്നു അതിന് കാരണം അല്ലേ. പിന്നെ നമ്മൾ ഘർ പേട് और താരെ की याद എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? ഭായി ഓർ ബഹൻ, അതില് സഹോദരന്റെ കഷ്ടപ്പാട്, അവന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വരേണ്ടി വന്നു തനിക്ക്. എന്നിരുന്നാൽ കൂടിയും അവൻ എങ്ങനെയെങ്കിലും തന്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും വഴിയാണ് അവൻ അവന്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അച്ഛനെയും അമ്മയെയും അവൻ കണ്ടെത്തിയത്. പിന്നെ നമ്മുടെ കത്തക് എന്ന കവിതയിൽ എന്താ പറയുന്നത്? നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ട് എന്താണ്, നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കഠിനാധ്വാനം വഴി, നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്ന ഒരു ഉറച്ച വിശ്വാസം വഴിയാണ് നമ്മൾക്ക് എന്താണ് നമ്മളെ തിരിച്ചറിയാൻ കഴിയുക. അപ്പൊ ഈ 3 ചാപ്റ്ററാണ് നമ്മൾ കാമ്യാബി കി രാഹ്ബർ എന്ന വിജയത്തിന്റെ വഴിയിൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? ഇതാണ് നമ്മളിവിടെ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വരുന്നൊരു വർക്കാണ് ഈ ഒരു 4 ചാപ്റ്ററും കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയതെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളൊന്ന് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ആഫ്രിക്കി മുൾക്കെ കാലേ വർണ്ണക്കെ ലോക് അന്തർ ആങ്കാ ജാതാ താ. ആഫ്രിക്കി മുൾക്കെ കാലേ വർണ്ണ, എവിടെയാണ് ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ പറ്റി പറയുന്നത്? എവിടെയാ പറയുന്നത്? നമ്മുടെ ബ്രസീൽ പ്ലെയർ ആയിട്ടുള്ള പെലെയുടെ കാര്യത്തിലല്ലേ. അപ്പൊ അവിടെ ഒരു കറുത്ത വർഗ്ഗക്കാർ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷമതകളെ പറ്റിയിട്ട് നമ്മുടെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഹം ജിന്ദഗിക്ക് ജടിൽ സമസ്യയും പാർ കർ സക്തി ഹൈ. നമ്മുടെ ജീവിതത്തിലുള്ള കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മറികടക്കേണ്ടതുണ്ട്. ഇത് ഇതിലാ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ മറ്റാരെയും ആശ്രയിക്കാതെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മറികടക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കത്തക് എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? നമ്മളെ ഘർ പേട് और താരെ की याद എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്താണ് ആ ഒരു കഠിനത, ആ ഒരു മെഹനത്ത്, ആ ഒരു ദൃഢവിശ്വാസേ ഉസ്കി ഘർ പഹുഞ്ചത്തെ ഹി, അവന്റെ വീട്ടിൽ അവൻ അതുകൊണ്ടല്ല അവൻ തിരിച്ചെത്തിയത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ്? പെലെക്ക് ആത്മസമർപ്പൺ, ഫുട്ബോൾ के प्रति उनके आत्मसमर्पण से उनके खेलों की राजा बनते हैं. കളിയോടുള്ള അവന്റെ പെലെയുടെ ഒരു ആത്മസമർപ്പണം കാരണമാണ് അവൻ എന്തായി തീർന്നത്? കളിയുടെ രാജാവായി തീർന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു 3 ചാപ്റ്റർ, 4ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ പെലെയെ കുറിച്ചിട്ടുള്ള ജീവൻ ചരിത്രം, ജീവൻ വൃദ്ധ, അതെല്ലാം ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പൊ അതിന് വേണ്ട എല്ലാ ഹിൻസും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പെലെയുടെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊരു ജീവൻ വൃത്ത് തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ മക്കളെ, നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഘർ പേട് और താരെ की यादല് നമുക്ക് കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്, പട്കഥ വരാൻ ചാൻസ് ഉണ്ട്, ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കബ് തക് എന്ന കവിതയിൽ നമുക്ക് മെയിൻ ആയിട്ട് വരിക എന്താണ്? കവിതയുടെ ആശയം എഴുതാനാണ് വരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ എക്സാമിലേക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാമ്യാബി കി രാഹ്ബർ നമ്മൾ വെറുതെ പഠിച്ചൊരു യൂണിറ്റ് അല്ല. എല്ലാ ചാപ്റ്ററും എന്താണ്? നമ്മൾക്ക് എന്താണ്? കഠിനാധ്വാനം. നിങ്ങൾ നന്നായിട്ട്, നിങ്ങളുടെ മെഹനത്ത് എത്രത്തോളം ഉണ്ടോ, നിങ്ങളുടെ കഠിനാധ്വാനം എത്രത്തോളം ഉണ്ടോ, നിങ്ങളുടെ ആത്മസമർപ്പണം എത്രത്തോളം ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? നല്ല ഉയർന്ന മാർക്കോട് കൂടിയിട്ട് വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരും ആ കാര്യം മറക്കരുത്. അപ്പൊ നന്നായിട്ട് എന്താണ് നിങ്ങൾ ചാപ്റ്റേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ മക്കളെ, ബൈ.